ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് വരുന്ന കോപ്പിറൈറ്റ് ഇഷ്യൂ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് പേർക്ക് ഉള്ള ഒരു പ്രശ്നമാണ് പെട്ടെന്ന് ഫേസ്ബുക്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് തന്നെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് പോയി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ലേറ്റ് ആക്കണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഫേസ്ബുക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മോണിറ്റൈസേഷൻ എന്നുള്ള ഏരിയ കാണാൻ സാധിക്കും. ഈ മോണിറ്റൈസേഷൻ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഇഷ്യൂസ് കാണാൻ സാധിക്കില്ല. ഫൈൻഡ് ഔട്ട് വേ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് യുവർ കണ്ടന്റ് ഈസ് ഇൻ ഏണിംഗ് മണി, സം ഓഫ് യുവർ കണ്ടന്റ് ഈസ് ഇൻ എലിജിബിൾ ഫോർ മോണിറ്റൈസ്. ഏകദേശം ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വേറെ ആൾ കൊടുത്തതാണ്. ഞാനൊരു പാട്ടിന് ഞാൻ ചെറിയ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതവിടെ കൊടുത്തിട്ടുണ്ട് സം ഓഫ് യുവർ കണ്ടന്റ് ഈസ് നോട്ട് ഏണിങ്സ്. നമ്മൾ ചില കണ്ടന്റ് ഈ ഒരു കണ്ടന്റ് ഏണിങ്സ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. വലിയ ഡേഞ്ചറോ സംഭവം ഒന്നല്ല. അപ്പോൾ നമുക്ക് ഈ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. ലേൺ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു വീഡിയോ, അതായത് ഒരു സോങ്ങിന്റെ വീഡിയോ ആണ്. ഒരു സോങ്, അതായത് ഇൻസ്റ്റയിൽ കൂടി ഒരു സോങ്ങിന് ഞാൻ റിയാക്ഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അത് ഇൻസ്റ്റയും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇതെല്ലാം മെറ്റയുടെ അണ്ടറിൽ തന്നെയാണ്. പക്ഷെ അതിൽ കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ചില സോങ്സിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇഷ്യൂസിൽ, ഈ ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഇഷ്യൂസിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിരിക്കും വരുന്നത്. യുവർ എബിലിറ്റി ടു ഏൺ മണി ഓൺ ദിസ് കണ്ടന്റ് ഈസ് ലിമിറ്റഡ്. ഈ ഒരു കണ്ടന്റിൽ മാത്രം നമുക്ക് ഏണിംഗ് മണി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻഡ്, our technology determined that its content has limited monetization because it falls under at least or restricted category. കണ്ടന്റ് മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കാറ്റഗറി എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇമ്പാക്ട് ഓൺ യുവർ അക്കൗണ്ട്, ദിസ് ഓൺലി അപ്ലൈസ് ടു സ്പെസിഫിക് കണ്ടന്റ് ആൻഡ് ഡസൻറ്റ് ഇമ്പാക്ട് ദ മോണിറ്റൈസേഷൻ. നമ്മൾ മോണിറ്റൈസേഷൻ ഒന്നും ബാധിക്കൂല എന്നാണ്. നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? യു ക്യാൻ റിക്വസ്റ്റ് എ റിവ്യൂ ആൻഡ് വി വിൽ ടേക്ക് അനദർ ലുക്ക് അറ്റ് യുവർ കണ്ടന്റ്. നമുക്ക് നമ്മുടെ സ്വന്തം കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, ഫേസ്ബുക്കിൽ തന്നെ റിക്വസ്റ്റ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഇനി അഥവാ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്ന സി ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഇൻബോക്സിൽ പോയിട്ട് യുവർ അലേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ ബാക്ക് അടിച്ചതിന് ശേഷം നമ്മളുടെ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സപ്പോർട്ട് ഇൻബോക്സ്. ഈ സപ്പോർട്ട് ഇൻബോക്സിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യാം. സപ്പോർട്ട് ഇൻബോക്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന യുവർ അലേർട്ടിൽ ക്ലിക്ക് ചെയ്യാം. യുവർ അലേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂ ഇതാ ഇവിടെയും വന്നിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ സോങ്, ഞാൻ റിയാക്ട് ചെയ്തിരിക്കുന്ന അതേ സോങ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ സി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യാം. സി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഷെയർ ആഡ് റവന്യൂ. യു ആർ ഓൺലി ഷെയറിംഗ് ആഡ് റവന്യൂ ഓൺ ദിസ് വീഡിയോ. ഇറ്റ് ഡസ് നോട്ട് എഫക്ട് യുവർ പേജ് ഓർ ദ എബിലിറ്റി ടു മോണിറ്റൈസ്. നമ്മൾ റവന്യൂ ഷെയറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മോണിറ്റൈസേഷനെ നമ്മളെ ഫേസ്ബുക്ക് പേജിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആഡ് റവന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ നമുക്ക് തീർക്കാനാവുന്നുള്ളൂ. ചിലത് നമുക്ക് റവന്യൂ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റായിട്ടും ആ വീഡിയോ ഡിലേറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. യൂസ് ലൈസൻസ്ഡ് മ്യൂസിക് വിത്ത് റവന്യൂ ഷെയറിംഗ്, അതായത് റിസീവ് 20% ഓഫ് റവന്യൂ ഫ്രം ഇൻസ്ട്രീം ആഡ്സ് വൈൽ ഷെയറിംഗ്. അതായത് നമുക്ക് ലഭിക്കുന്ന ഒരു 20% റവന്യൂ അവരിലേക്ക്, മ്യൂസിക്കിന്റെ ഓണർമാരിലേക്ക് പോകുന്നു. നമ്മളൊരു സോങ്ങിനാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 20% എമൗണ്ട് നമുക്ക് അതിൽ അവരിലേക്ക് പോകും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ചു തീർക്കാനുള്ളത്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല, ടൈം വേസ്റ്റ് ആക്കുന്നില്ല. എന്നിട്ട് താഴെയുള്ള ഈ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ആക്സെപ്റ്റ് റവന്യൂ ഷെയർ, സബ്മിറ്റ് ഡിസ്പ്യൂട്ട്, റിമൂവ് യുവർ വീഡിയോ. അതായത് ഒന്ന് ആക്സെപ്റ്റ് റവന്യൂ ഷെയർ, നമ്മൾ ആ റവന്യൂ ഷെയറിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ 20% ഏണിങ്സ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. വേറൊന്ന് സബ്മിറ്റ് ഡിസ്പ്യൂട്ട്, യു ബിലീവ് യു ഓൺ, അതായത് നമ്മൾ അതിനെ എതിർക്കുന്നത്, ഇത് നമ്മളുടെ സ്വന്തം മ്യൂസിക് ആണെന്നിട്ട് നമ്മൾ എതിർക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ
ഇവിടെ ഈ ടിക്ക് മാർക്കിൽ ടിക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ റിമൂവ് വീഡിയോ. നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്ക് വേണ്ടത് ആക്സെപ്റ്റഡ് റവന്യൂ ഷെയർ. കുഴപ്പമില്ല, നമ്മൾ റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ നമുക്ക് ഇവിടെ റവന്യൂ ഷെയറിന്റെ ഓപ്ഷനിൽ ടിക്ക് ഇട്ട് കൊടുക്കാം. അവിടെ ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെയുള്ള ഈ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. accept updates. Here what this means: your video will remain live and your revenue sharing in place, and your page profile and your ability to monetize will otherwise not be impacted. Okay, ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഒരു തരത്തിലും ബാധിക്കില്ല, റവന്യൂ ഷെയർ ആയിട്ട് പോവുകയും ചെയ്യും. നമ്മൾ ഇതിന് ഇവിടെ ലാസ്റ്റ് ആക്സെപ്റ്റ് കൊടുക്കാം. ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഫിനിഷ് ആയി. ഇവിടെ ക്ലോസ് ആയി. യുവർ ആക്സെപ്റ്റഡ് ദ വീഡിയോസ് അപ്ഡേറ്റഡ്. ഇവിടെ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഫിനിഷ് ആയി. ഇനി നമ്മൾ ബാക്കിലോട്ട് പോവാം. ഇനി ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ സംഭവം അവിടെ തന്നെ കാണിക്കുക. അത് നമ്മുടെ പ്രശ്നമല്ല, ഫേസ്ബുക്കിന്റെ തന്നെ ഇഷ്യൂ തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ വേവലാതി വേണ്ട. നമ്മൾ ചെയ്തിട്ടും അത് അവിടെ തന്നെ കാണിക്കുന്നത് വേവലാതി വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് റവന്യൂ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ സ്വന്തം കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എതിർക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇനി അഥവാ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.